everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് മലായ് കോഫ്ത എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, ക്രീമിയാണ്, സിമ്പിൾ ആണ്. അപ്പോൾ മമ്മിയോട് റെസിപ്പി ചോദിച്ചാലോ? റെസിപ്പി ഇഷ്ടമായ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. മലായ് കോഫ്ത ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം ഒരു കപ്പ് നിറച്ച് പനീർ എടുത്തിട്ടുണ്ട്. പനീർ ഇതിങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം, നല്ല ഉടച്ചെടുക്കണം. പിന്നെ ഒരു കപ്പ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്തിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ ആവശ്യമുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഇത് അര കപ്പാണ്. 2 ഫ്രഷ് ബ്രെഡ് എടുത്തിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ കോഫ്തേൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാൻ ഷെഡാർ ചീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഷെഡാർ ചീസ് ഇല്ലെങ്കിൽ മൊസറല്ല ചീസ് എടുത്താൽ മതി, അല്ലെങ്കിൽ വൈറ്റ് കളർ ഷെഡാർ ചീസ് എടുത്താലും കുഴപ്പമില്ല. നിങ്ങളുടെ അടുത്ത് എങ്ങനെ അവൈലബിൾ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചീസ് ഇടാൻ പാടില്ല, ചീസ് പിന്നെ നമ്മൾ സ്റ്റഫ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ബോൾസ് ആക്കി എടുക്കണം. അതിനായിട്ട് ആദ്യം കുറച്ച് കയ്യിലേക്ക് എണ്ണ തേച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മിക്സ്ചർ കയ്യിലെടുത്തിട്ട്, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള മിക്സ്ചർ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഉരുട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഒരു നടുവിൽ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ചീസിൻ്റെ കഷ്ണം വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ക്രാക്സ് ഒന്നുമില്ലാതെ പൊട്ടൊന്നുമില്ലാതെ ഉരുട്ടിയെടുക്കണം, ക്ലോസ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ടൈം എടുത്തിട്ട് തന്നെ ഉരുട്ടിയെടുക്കണം, പൊട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. ഉരുട്ടി കഴിഞ്ഞാൽ ഇത് മൈദയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ എല്ലാ കോഫ്തയും ഉണ്ടാക്കിയെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം എണ്ണ ചൂടാക്കിയെടുക്കാൻ. എന്നിട്ട് സൂക്ഷിച്ചിട്ട് ഇതിലേക്ക് ഓരോ കോഫ്തകളും ഇട്ട് കൊടുക്കാം. ഞങ്ങൾ 2 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത്. ഇത് പൊട്ടാനൊന്നും പാടില്ല, നന്നായിട്ട് സൂക്ഷിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. അധികം ഇളക്കൊന്നും വേണ്ട. 3 മിനിറ്റ് മതി ഒരു സൈഡ് ആവാൻ. അപ്പോൾ 3 മിനിറ്റിന് ശേഷം ഇത് മറിച്ച് കൊടുക്കാം. 3 മിനിറ്റ് ഒരു സൈഡും 3 മിനിറ്റ് മറ്റേ സൈഡും, അങ്ങനെ 6 മിനിറ്റ് മതി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്ലേറ്റിലേക്ക് മാറ്റുക. പിന്നെ ബാക്കി കോഫ്തകളും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ആ കോഫ്തകളെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇനി ഗ്രേവി ഉണ്ടാക്കാനായിട്ട് 4 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു ബേലീഫ് എടുത്തിട്ടുണ്ട്, കറുവയില, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ വലിയൊരു സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, 2 തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 8-10 കാഷ്യൂനട്ടാണ്, പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചോപ്പ് ചെയ്തെടുക്കണം, 8-10 വെളുത്തുള്ളി, പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3 ടേബിൾ സ്പൂൺ ക്രീം ആൻഡ് 2 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്തത്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ. എണ്ണ ചൂടായതിലേക്ക് വലിയ ജീരകം, ചെറിയ ജീരകം, ഏലക്ക, ബേലീഫ് ഇവയെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റോളം ഇത് വഴറ്റിയെടുക്കണം. ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. സവാള, തക്കാളി, അണ്ടിപ്പരിപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, കസൂരി മേത്തി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് വേണം
വഴറ്റിയെടുക്കാൻ വേവിച്ചെടുക്കാൻ ഇത് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും വേണം. എന്നിട്ട് ഇതെല്ലാം സോഫ്റ്റ് ആവണവരെ വഴറ്റിയെടുക്കണം. അങ്ങനെ ഇത് നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ ആവണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരത്തിന് ചൂടാറാൻ മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചൂട് മാറിയതിന് ശേഷം ഇതിന്ന് ബേലീഫ് എടുത്ത് മാറ്റാം. എന്നിട്ട് ഇത് നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം. മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം. അങ്ങനെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചതിന് ശേഷം ഇത് ഇങ്ങനെ ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിയിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ആ മസാല എല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു പാത്രം ചൂടാക്കിയിട്ട് ഇതിലേക്ക് ആവശ്യമനുസരിച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ചൂടായതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം. പാത്രത്തിലുണ്ടായിരുന്ന മസാലയിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടി മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാലകളൊന്നാണ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ പുറത്ത് തെളിയണ വരെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 2 മിനിറ്റിന് ശേഷം ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. എണ്ണയൊക്കെ പുറത്ത് തെളിയണ വരെ ഇത് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ച് പോവും. അങ്ങനെ നമ്മൾ മസാല എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ പുറത്ത് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം വേവിച്ചപ്പോഴാണ് എണ്ണയൊക്കെ പുറത്ത് വന്നത്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ക്രീം ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് ബാക്കി വെക്കാം. ഇതോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് മൂടി വെച്ചിട്ട് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ മസാല എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് പുറത്ത് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കോഫ്ത എല്ലാം ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മലായി കോഫ്ത റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രീമിയാണ്. ഇത് പൊറോട്ട, ചപ്പാത്തി, നാൻ, ചോറ്, നെയ്ച്ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.